ഇന്നൊരു അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ മീനാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സർ ജാറിലേക്ക് 15 ചെറിയുള്ളി, 10 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനിയും കുടംപുളി ഞാനിവിടെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇതുപോലെ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചത് ചേർത്ത് ഒന്ന് വഴറ്റാം. ഒരുപാട് നേരം ഇട്ട് വഴറ്റുന്നില്ല. ഒരു മിനിറ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നനച്ച് വെച്ചിരിക്കുന്ന ആ പൊടികൾ ഇതിലേക്ക് ചേർക്കാം. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി എണ്ണ തെളിയുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അടി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്. പൊടികളൊക്കെ വെന്തിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വേവുന്നതിന് വേണ്ടി ഒരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ചട്ടി ഒന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ കറി റെഡി ആയിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒന്ന് തൂവി കൊടുക്കുകയാണ്. മീൻകറി വെക്കുമ്പോൾ എപ്പോഴും ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പേ വെച്ച് വെക്കുന്നതാണ് ഇച്ചിരി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നേരത്തേക്കിനാണ് ആ മീൻകറിക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുക. മീൻകറി ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുമെന്നാണ് പറയാറ്. ഇങ്ങനത്തെ ചുവന്ന ചാറോട് കൂടിയ മീൻകറി എനിക്ക് വലിയ ഇഷ്ടമാണ് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാനായിട്ട്. വേറെ ഒരു കൂട്ടാനും വേണ്ടി ആവശ്യമില്ല. ഇതിൻ്റെ ചാറ് കൂട്ടി ആ ഒരു മീൻ കഷ്ണമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എത്ര പേർക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ട്? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.